നമസ്കാരം. ഒരുപാട് നിയമലംഘനങ്ങളുടെ പേരിൽ പലരും വിദേശ രാജ്യങ്ങളിൽ കുരുക്കിൽപ്പെടാറുണ്ട്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ. അവിടുത്തെ നിയമങ്ങൾ അതിശക്തവുമാണ്. അങ്ങനെ നിരവധി പേർ ജയിലിലായതും നാടുകടത്തപ്പെട്ടതുമായ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇപ്പോൾ സ്വന്തം പേരിൽ ഗൾഫിൽ നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഒരു പ്രവാസി മലയാളി. കുവൈറ്റിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കോട്ടയം പാലാ സ്വദേശി തോമസ് ജോസഫാണ് സ്വന്തം പേര് കാരണം നിയമക്കുരുക്കിൽ അകപ്പെട്ടത്. മലയാളിയായ സഹപ്രവർത്തകന് സിവിൽ ID കോപ്പി നൽകിയത് മൂലമാണ് ഇദ്ദേഹം നിയമക്കുരുക്കിൽപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട്. 3 കോടിയിലേറെ രൂപ കബളിപ്പിച്ച സാമ്പത്തിക ക്രിമിനൽ കേസുകൾ ചുമത്തപ്പെട്ടതിനാൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വരികയും കഴിഞ്ഞ 2 വർഷമായി നാട്ടിലേക്ക് വരാൻ കഴിയാത്ത വിഷമസന്ധിയിലാവുകയും ചെയ്തു തോമസ്. 2020-ലാണ് സംഭവത്തിന്റെ തുടക്കം. കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ നിന്ന് യൂസ്ഡ് കമ്പ്യൂട്ടർ വാങ്ങാനാണ് ഗേറ്റ് പാസ് ഉണ്ടാക്കുന്നതിനു വേണ്ടി മലയാളിയായ സഹപ്രവർത്തകൻ തോമസിന്റെ സിവിൽ ID കോപ്പി വാങ്ങിയത്. വാട്സാപ്പ് വഴി ID കോപ്പി നൽകി. അത് കഴിഞ്ഞ് 2 വർഷത്തിനിപ്പുറം തോമസ് ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ചെല്ലാൻ വേണ്ടി കുവൈറ്റ് കുറ്റാന്വേഷണ വിഭാഗം അധികൃതർ വിളിച്ചപ്പോഴാണ് താൻ ചതിയിൽപ്പെട്ട കാര്യം തോമസ് ജോസഫ് അറിയുന്നത്. തുടർന്ന് CIDക്ക് മുന്നിൽ ഹാജരായപ്പോൾ തോമസിന്റെ പേരിൽ ഒപ്പിട്ട ചെക്കും ചില രേഖകളും അധികൃതർ കണ്ടെടുത്തു. ചെക്ക് തൻ്റേതല്ലെന്നും കുവൈറ്റിൽ ബാങ്ക് ചെക്ക് സ്വന്തമായി ഇല്ലെന്നും തോമസ് വ്യക്തമാക്കിയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. വ്യാജരേഖകൾ ഉപയോഗിച്ച് മറ്റ് ചിലരോടൊപ്പം 1.2 ലക്ഷം കുവൈറ്റ് ദിനാർ തട്ടിയെടുത്തു എന്നതാണ് കേസ്. കുവൈറ്റ് പൗരൻ നൽകിയ കേസിലാണ് തോമസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയുടെ സമാന പേരുള്ള മറ്റൊരു കമ്പനിയിലെ തോമസ് ഉൾപ്പെട്ട കേസാണ് ഇത്. അതിലാണ് തോമസ് ജോസഫിൻ്റെ സിവിൽ ID കോപ്പി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ തോമസ് രാജ്യം വിടുകയും ചെയ്തു. തോമസ് ജോസഫിൻ്റെ കമ്പനിയിലെ സഹപ്രവർത്തകൻ്റെ സുഹൃത്താണ് നാടുവിട്ട തോമസ്. സിവിൽ ID കോപ്പി വാങ്ങി തട്ടിപ്പുകാരന് കൊടുത്ത ശേഷം സുഹൃത്ത് സംഭവശേഷം കുടുംബസമേതം ന്യൂസിലൻഡിലേക്ക് കടക്കുകയും ചെയ്തതോടെ തോമസ് ജോസഫ് കുടുങ്ങി. കേസിൽ നിന്ന് രക്ഷ നേടാൻ തോമസ് ജോസഫ് പല വഴികളും തേടി ഇന്ത്യൻ എംബസിയിലും പരാതിപ്പെട്ടു. എംബസി മുഖേന CID അധികൃതരെ ഇദ്ദേഹം 2020 ഒക്ടോബർ 26-ന് വാട്സപ്പ് വഴി സിവിൽ ID കോപ്പി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കേസ് ഫയൽ ചെയ്തു യാത്രാവിലക്കും ഏർപ്പെടുത്തി. ഒപ്പം ജയിലിലും കഴിയേണ്ടി വന്നു. 3 കോടിയിലേറെ രൂപ കബളിപ്പിച്ച കേസായതിനാൽ 100 കുവൈറ്റ് ദിനാർ ജാമ്യത്തിലാണ് തോമസ് ജോസഫ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. 9 വർഷത്തിലേറെയായി ജോലി ചെയ്തു വരുന്ന കമ്പനിക്ക് തോമസ് ജോസഫിനെ വിശ്വാസമായതിനാൽ ജോലി സുരക്ഷിതമാണ്. കൂടാതെ താമസരേഖയായ ഇഖാമയും നിയമപരമാണ്. എങ്കിലും മനസ്സറിയാതെ താൻ കുടുങ്ങിയ കേസിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന ആശങ്ക കുവൈറ്റിൽ കുടുംബവുമൊത്ത് കഴിയുന്ന തോമസ് ജോസഫിനെ അലട്ടുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായം തേടുകയാണ് തോമസ്.